നല്ല സിനിമയാണെന്ന് കണ്ടവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നു. മലയാളത്തിലെ ഏറ്റവും വലിയ നടന്മാരിൽ ഒരാൾ, പ്രതീക്ഷ നൽകുന്ന ബ്രാൻഡായ ഒരു സംവിധായകൻ, മികച്ച റിവ്യൂകൾ, ഇതെല്ലാം ഉണ്ടായിട്ടും ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന സിനിമ തിയേറ്ററിൽ ഒരു അനക്കവും ഉണ്ടാക്കാതെ കടന്നുപോയി. ബോക്സ് ഓഫീസിൽ അതൊരു ആവറേജ് പടമായി കണക്കാക്കപ്പെട്ടു. എന്നാൽ മാസങ്ങൾക്ക് ശേഷം അതേ സിനിമ C5 എന്ന OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തപ്പോൾ കഥയാകെ മാറി. സോഷ്യൽ മീഡിയയിൽ സിനിമ വീണ്ടും ചർച്ചയായി. സിനിമാ ഗ്രൂപ്പുകളിൽ സജീവമായ വിശകലനങ്ങൾ വന്നു തുടങ്ങി. കണ്ടവരെല്ലാം അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ചുരുക്കത്തിൽ തിയേറ്ററിൽ തണുപ്പൻ പ്രതികരണം നേരിട്ട സിനിമ OTTയിൽ എത്തിയപ്പോൾ പുതിയ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. എന്താണ് ഈ മാറ്റത്തിന് പിന്നിൽ? ഒരേ സിനിമ, ഒരേ പ്രേക്ഷകർ, പക്ഷെ രണ്ട് പ്ലാറ്റ്ഫോമുകളിൽ രണ്ട് തരം പ്രതികരണം. തിയേറ്ററിൽ ഡൊമിനിക്കിന് എവിടെയാണ് പിഴച്ചത്? OTTയിൽ ആ കുറവ് എങ്ങനെയാണ് പോസിറ്റീവായി മാറിയത്? നമുക്ക് നോക്കാം. ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തപ്പോൾ ചിത്രത്തിന് മോശം അഭിപ്രായമായിരുന്നില്ല ലഭിച്ചത്. കണ്ടിറങ്ങിയ പ്രേക്ഷകരും റിവ്യൂവേഴ്സും ഒരുപോലെ അതിനെ ഒരു ഡീസന്റ് വാച്ച് അല്ലെങ്കിൽ ഒരു സ്റ്റൈലിഷ് ത്രില്ലർ എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചത്. അതിഗംഭീരം എന്നല്ല അതിനർത്ഥം. അത്യാവശ്യം നല്ലൊരു സിനിമ. മമ്മൂട്ടിയുടെ വളരെ നാച്ചുറൽ ആയ പ്രകടനം, അദ്ദേഹത്തിന്റെ സ്ക്രീൻ പ്രസൻസ്, നല്ല കോസ്റ്റ്യൂം, ഗൗതമേനോന്റെ മേക്കിംഗ് എന്നിവയെല്ലാം നല്ലപോലെ പ്രശംസിക്കപ്പെട്ടു. എന്നിട്ടും എന്തുകൊണ്ട് ആളുകൾ പണം മുടക്കി തിയേറ്ററിലേക്ക് എത്തിയില്ല? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം സിനിമയുടെ ക്വാളിറ്റി കുറയുന്നതുകൊണ്ടല്ല, മറിച്ച് ഇന്നത്തെ തിയേറ്റർ പ്രേക്ഷകരുടെ മാറി വന്ന ശീലങ്ങളാണ് കാരണം. ഇപ്പോഴത്തെ വലിയ ടിക്കറ്റ് നിരക്കുകളും കൂടെയുള്ള ചെലവുകളും മറികടന്ന് ഒരു പ്രേക്ഷകൻ ഇന്ന് തിയേറ്ററിലേക്ക് വരണമെങ്കിൽ അവിടെ നിന്നും എന്തെങ്കിലും വളരെ സ്പെഷ്യലായി ലഭിക്കണം. ഒന്നെങ്കിൽ ബാഹുബലി, RRR, KGF പോലുള്ള സിനിമകളിലെ പോലെ കണ്ണഞ്ചിപ്പിക്കുന്ന ദൃശ്യങ്ങളും ഗംഭീരമായ ആക്ഷൻ രംഗങ്ങളുള്ള ഒരു വലിയ ക്യാൻവാസ് ചിത്രമായിരിക്കണം. അല്ലെങ്കിൽ അതുപോലെ ആളുകൾ കാത്തിരിക്കുന്ന താരങ്ങളുടെ ഒരു മാസ് ചിത്രമായിരിക്കണം. തിയേറ്റർ നമുക്കൊരു ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മുടക്കുന്ന പണത്തിനും സമയത്തിനും പെട്ടെന്നൊരു റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത് തല്ലുമാല പോലുള്ള സിനിമകളിലെ നോൺ സ്റ്റോപ്പ് എനർജിയുടെ രൂപത്തിലാകാം, രോമാഞ്ചം തരുന്ന ചിരിയുടെ രൂപത്തിലാകാം, അല്ലെങ്കിൽ RDS പോലുള്ള സിനിമകളെ അടിപൊളി ആക്ഷൻ സീനുകളുടെ രൂപത്തിലാകാം. ഈ സിനിമകൾ ആക്കൂട്ടത്തിന്റെ ആഘോഷത്തിന് നിർമ്മിക്കപ്പെട്ടതാണ്. നല്ല കഥയും ഉള്ളടക്കവും ഉണ്ടെങ്കിലും പലപ്പോഴും ഈ പറഞ്ഞ ഗണങ്ങളിൽ ഒന്നും പെടാത്ത സിനിമകൾക്ക് തിയേറ്ററിൽ പിടിച്ചു നിൽക്കാൻ ഇന്ന് വളരെ ബുദ്ധിമുട്ടാണ്. ജോജു ജോർജിന്റെ ഇരട്ട, മാർട്ടിൻ പ്രക്കാട്ടിന്റെ നായാട്ട്, ടൊവിനോ തോമസിന്റെ കള, ഇതുപോലുള്ള സിനിമകൾക്കെല്ലാം സംഭവിച്ച് ഇത് തന്നെയാണ്. ഇവിടെയാണ് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് നേരിട്ട പ്രധാന വെല്ലുവിളി. ഇതൊരു ശാന്തമായ കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥകളുടെ പതുക്കെ സഞ്ചരിക്കുന്ന സിനിമയാണ്. റിവ്യൂവേഴ്സ് ഇതിനെ ഒരു സ്ലോ ബേണിംഗ് ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ എന്നാണ് വിശേഷിപ്പിച്ചത്. സിനിമയുടെ പ്രധാന ആകർഷണം വലിയ ട്വിസ്റ്റുകളോ സംഘടനകളോ അല്ല, മറിച്ച് ഡൊമിനിക് എന്ന ക്യാരക്ടറിന്റെ രീതികളും അയാളുടെ ചെറിയ കണ്ടെത്തലുമാണ്. സിനിമയുടെ മാർക്കറ്റിംഗ് സമയത്ത് ഒരു സ്റ്റൈലിഷ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന വിശേഷണം ഒരുപക്ഷെ പ്രേക്ഷകർ തെറ്റായ ധാരണകൾ നൽകിയിരിക്കാം. ഗൗതം വാസുദേവന്റെ മുൻകാല ചിത്രങ്ങളായ കാക്ക കാക്ക, വേട്ടയാട് വിളയാട് പോലൊരു വേഗതയേറിയ ആക്ഷൻ ത്രില്ലർ പലരും പ്രതീക്ഷിച്ചിരിക്കാം. എന്നാൽ ഡൊമിനിക് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു. അതൊരു കോമഡി മിസ്റ്ററി ഡ്രാമയായിരുന്നു. കൂടാതെ കണ്ണൂർ സ്ക്വാഡ്, ടർബോ പോലുള്ള സിനിമകൾക്ക് ശേഷം മമ്മൂട്ടിൽ നിന്നും വരുന്ന ചിത്രം എന്ന നിലയിൽ പ്രേക്ഷകർ ഒരുപക്ഷെ സമാനമായ ഒരു മാസ് ആക്ഷൻ ചിത്രം പ്രതീക്ഷിച്ചിരിക്കാം. ഈ പ്രതീക്ഷകളിലെ പൊരുത്തക്കേടാണ് തിയേറ്ററിലെ തണുപ്പൻ പ്രതികരണത്തിന് പ്രധാന കാരണങ്ങളൊന്ന്. ഇതൊരു പ്ലോട്ട് ഡ്രിവൺ സിനിമ എന്നതിലുപരി ഒരു ക്യാരക്ടർ ഡ്രിവൺ സിനിമയാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഡൊമിനിക് എന്ന വ്യക്തിയും ഒരു ലേഡീസ് പേഴ്സും തമ്മിലുള്ള ബന്ധമാണ് കഥയുടെ മെയിൻ പോയിന്റ്. എന്നാൽ ആ പേഴ്സ് വെറും ഒരു വസ്തുവല്ല, മറിച്ച് പല രഹസ്യങ്ങളിലേക്കും ബന്ധങ്ങളിലേക്കും തുറക്കുന്ന ഒരു താക്കോലാണ്. സിനിമയുടെ വേഗതയാണ് അതിന്റെ ഏറ്റവും വലിയ സവിശേഷതയും തിയേറ്ററിൽ വെല്ലുവിളിയായത്. പതുക്കെയാണ് സിനിമ കഥ പറഞ്ഞു തുടങ്ങുന്നത്. ഡൊമിനിക്കിന്റെ ലോകം, അയാളുടെ വിചിത്രമായ സ്വഭാവങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അയാളുടെ ഡിറ്റക്റ്റീവ് ഏജൻസി എത്തുന്ന നിസ്സാരമായ കേസുകൾ തുടങ്ങി വളരെ സ്വാഭാവികമായ ഒരു തുടക്കമാണ് സിനിമയുള്ളത്. പ്രേക്ഷകന് ഡൊമിനിക്കിനെ മനസ്സിലാക്കാനും അയാളുടെ ലോകവുമായി പൊരുത്തപ്പെടാനും സംവിധായകൻ മനഃപൂർവ്വം സമയം നൽകുന്നുണ്ട്. അയാളുടെ വീമ്പ് പറച്ചിൽ, നർമ്മബോധം, ഏകാന്തത എന്നിവയിലെ ചെറിയ രസകരമായ രംഗങ്ങളോടെ വരച്ചു കാണിക്കുന്നു. ഈ സിനിമയുടെ സൗന്ദര്യം അതിലെ സംഭാഷണങ്ങളിലാണ്. വലിയ തത്വങ്ങളോ കടിച്ചാ പൊട്ടാത്ത വാക്കുകളോ ഇല്ലാതെ സാധാരണ ജീവിതത്തിലെ സംഭാഷണങ്ങൾ പോലെ നമുക്ക് തോന്നും. എന്നാൽ അതിനുള്ളിൽ ആഴത്തിലുള്ള അർത്ഥങ്ങളുള്ളതായി നമുക്ക് പിന്നീട് മനസ്സിലാവും. ഡൊമിനിക്കും അയാളുടെ സഹായിയായ ഗോകുൽ സുരേഷ് അവതരിപ്പിച്ച വിഘ്നേഷ് എന്ന ക്യാരക്ടറും തമ്മിലുള്ള കെമിസ്ട്രിയാണ് സിനിമയുടെ ഒരു നട്ടല്. അവരുടെ സംഭാഷണങ്ങളെ തമാശകളും പരസ്പരമുള്ള കളിയാക്കലും സിനിമയ്ക്ക് ഒരു ഫ്രഷ്നസ് നൽകുന്നുണ്ട്. അതുപോലെ ഇതിലെ അന്വേഷണ രീതിയും പതിവ് ത്രില്ലറുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇവിടെ നായകൻ വെടിവെക്കുകയോ വില്ലന്മാരെ അടിച്ചു പറത്തുകയോ ചെയ്യുന്നില്ല. പകരം ചെറിയ തെളിവുകൾ നിരീക്ഷിച്ചും ആളുകളോട് സംസാരിച്ചും സ്വന്തം ഒബ്സർവേഷനിലൂടെയാണ് അയാൾ കേസ് തെളിയിക്കുന്നത്. ഒരു പേഴ്സിന്റെ ഉടമയെ കണ്ടെത്തുക എന്ന് നിസ്സാരമെന്ന് തോന്നുന്ന ദൗത്യം പതുക്കെ ഒരു കൊലപാതകത്തിലേക്കും കാണാതായ ആളുകളിലേക്കും നീങ്ങുമ്പോൾ സിനിമയുടെ ഗ്രാഫ് ഉയരുന്നു. ക്ലൈമാക്സിലെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണെങ്കിലും അവിടേക്ക് എത്തുന്ന വഴി അതിഗംഭീരമായ ഫൈറ്റിലൂടെയല്ല, മറിച്ച് ബുദ്ധിപരമായ കണ്ടെത്തലിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. സിനിമയിലെ കഥാപാത്രങ്ങളെല്ലാം യഥാർത്ഥ മനുഷ്യരെ പോലെ തന്നെയാണ് പെരുമാറുന്നത്. അവർക്ക് ബലഹീനതകളുണ്ട്, അവർക്ക് തെറ്റ് പറ്റുന്നുണ്ട്. ഈ യാഥാർത്ഥ്യമാണ് സിനിമയുടെ ഏറ്റവും വലിയ ശക്തി. പക്ഷെ ഇതേ ഫീൽ തിയേറ്ററിലെ വലിയ സ്ക്രീനിൽ ഒരു ആൾക്കൂട്ടത്തിന്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ
വരുമ്പോൾ ഒരു പക്ഷേ നമുക്കിത് പൂർണ്ണമായി അനുഭവിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതിന് പീസ്ഫുൾ ആയ പേഴ്സണലായ ഒരു സ്പേസിൽ നമുക്ക് കുറച്ചുകൂടെ ഈ സിനിമ ആസ്വദിക്കാൻ കഴിയും. ഡൊമിനിക് ആൻഡ് ലേഡി സ്പേസ് OTT എത്തിയപ്പോൾ അതിന്റെ തലവിധി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. തിയേറ്ററിലെ ബഹളങ്ങളില്ലാതെ സ്വന്തം വീട്ടിൽ സ്വസ്ഥമായി ഒരു പക്ഷേ ഒരു ഹെഡ്ഫോൺ ഒക്കെ ഉപയോഗിച്ച് സിനിമ കാണുമ്പോൾ പ്രേക്ഷകന് കഥയെ കുറച്ചുകൂടെ എൻഗേജ് ആകാൻ സാധിക്കുന്നു. ആദ്യം കണ്ട കുറച്ച് പേർ സിനിമ ഇഷ്ടപ്പെട്ട അവർ അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയ എഴുതും. പിന്നെ ഇതുപോലെ നമ്മൾ ചർച്ച ചെയ്യുന്നതൊക്കെ പോലെ ആളുകൾ ചർച്ച ചെയ്യും. കൂടുതൽ ആളുകളിലേക്ക് സിനിമ ഇത് കാണാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഡൊമിനിക്കിന്റെ കാര്യത്തിൽ ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൊമിനിക് ആൻഡ് ലേഡി സ്പേസ് എന്ന സിനിമയുടെ അനുഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമയെക്കുറിച്ച് ഒന്ന് ഓർത്തു നോക്കുക. പരിമിതമായ തിയേറ്റർ റിലീസിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ സിനിമ OTT വന്നതിന് ശേഷമാണ് ഇന്ത്യ മൊത്തം ചർച്ച ചെയ്തത്. ജോജി, സി യു സൂൺ തുടങ്ങിയ സിനിമകൾ നേരിട്ട് OTT റിലീസ് ചെയ്യുകയും വലിയ വിജയം നേടുകയും ചെയ്തു. ഈ സിനിമകൾക്കെല്ലാം പൊതുവായ ഒരു ഘടകമുണ്ട്. അവയെല്ലാം പ്രേക്ഷകരിൽ നിന്ന് ക്ഷമയും ശ്രദ്ധയും ആവശ്യപ്പെടുന്നതാണ്. ഈ തരത്തിലുള്ള കാഴ്ചാനുഭവത്തിന് ഏറ്റവും അനുയോജ്യ മാധ്യമം എപ്പോഴും OTT ആണ്. ഡൊമിനിക് ആൻഡ് ലേഡി സ്പേസ് തിയേറ്ററിൽ പ്രതീക്ഷിച്ച വിജയം നേടിയില്ലായിരിക്കാം. പക്ഷേ മലയാള സിനിമയിൽ അത് അടയാളപ്പെടുന്ന OTT പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ ഒരു നല്ല സിനിമ എന്നതായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഡൊമിനിക് ആൻഡ് ലേഡി സ്പേസ് തിയേറ്ററിൽ പരാജയപ്പെടുകയും OTT ശ്രദ്ധ നേടുകയും ചെയ്യുന്നത്? ഉത്തരം ലളിതമാണ്. അത് തെറ്റായ സമയത്ത് തെറ്റായ സ്ഥലത്തെത്തിയ ഒരു ശരിയായ സിനിമയായിരുന്നു. തിയേറ്റർ എന്ന മാസ് അനുഭവത്തിന് പകരം അത് ആവശ്യപ്പെടുന്ന പേഴ്സണലായ ഒരു കാഴ്ചാനുഭവമാണ്. അതുകൊണ്ട് ഡൊമിനിക് ആൻഡ് ലേഡി സ്പേസ് ഒരു പരാജയമല്ല, മറിച്ച് ശരിയായ പ്രേക്ഷകരിലേക്ക് എത്താൻ അല്പം വൈകിയ ഒരു സാധാരണ സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സിനിമകൾക്ക് അവയുടേതായ ഒരു വിധിയുണ്ട് എന്ന് പറയാറുണ്ട്. ഈ സിനിമയുടെ വിധി ഒരു പക്ഷേ തിയേറ്ററിലെ ഇരുട്ടിരുന്ന് കാണാനല്ല, മറിച്ച് പ്രേക്ഷകരുടെ വീട്ടിലിരുന്ന് കാണാനാണ്. ഡൊമിനിക് ആൻഡ് ലേഡി സ്പേസ് എന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ തിയേറ്ററിലാണോ അതോ OTT യിലാണോ സിനിമ കണ്ടത്? ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി. താങ്ക് യു.